കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വൈദേഹി, രണ്ടാളും ഇങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയായിരുന്നമ്മേ. അത് പറ്റില്ലല്ലോ. സദ്യവട്ടം പോലും ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ആദ്യ രാത്രി ദേവന്റെ മുറിയിലേക്ക് അനിയത്തെ കൊണ്ടാക്കേണ്ടത് നീയാ. അത് കഴിയും വരെ ഇങ്ങോട്ടും പോവരുത്. ഇപ്പൊ തന്നെ വീട്ടിലെല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അതൊന്നും നീ കാര്യാക്കണ്ട. രാമേട്ടനോട് ഞാൻ സംസാരിക്കാം. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നീ പോകാവൂ. കേട്ടല്ലോ? ഇനി ഞാനൊന്നും പറയുന്നില്ല. എല്ലാ ദൈവത്തിന്റെ തീരുമാനവും. പലഹാരം കൊടുക്കാൻ പോയവളല്ലേ? കൊടുത്തിട്ട് വരുന്നതിന് പകരം അവിടെ എന്ത് കളച്ചു മറിക്കാന്ന് ആർക്കറിയാം? നീ എന്തിനാടാ അവളെ അങ്ങോട്ട് അയച്ചത്? അതിനിപ്പോ എന്താ ഉണ്ടായേ? ആദ്യ രാത്രിയല്ലേ, അവരവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? അതിപ്പോ എന്റെ പ്രശ്നം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ചിലര് ചിലയിടത്തേക്ക് പോകുന്നത് തന്നെ അപശകുനം. അമ്മ ഈ വർത്താനം നിർത്ത്. കൂടെ പിറന്ന അനിയത്തിക്ക് സ്വന്തം ചേച്ചി തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? ഇതുവരെ ചെയ്തതൊക്കെ തന്നെ മതി. ഫോൺ ചെയ്ത് അവളോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ, ഇനി ഇതിനെക്കുറിച്ച് അമ്മയൊന്നും പറയണമെന്നില്ല. വൈദേഹിയെ കാണുന്നത് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നാ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാവും? നീ എന്താടി കല്ല് പോലെ നിൽക്കുന്നേ? അവന് കാര്യം അറിയാഞ്ഞിട്ടല്ലേ? നിനക്കെല്ലാം അറിയാലോ. ഞാനെല്ലാം നേരത്തെ പറഞ്ഞതാണല്ലോ. വൈദേഹി കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടി അമ്മ ഇനി ഓരോ അസുഖം വരുത്തി വെക്കണ്ട. വേണ്ടാത്തതുമല്ലോ അവിടെ നടന്നാലേ നിനക്കുണ്ടായ മകളുടെ ജീവിത വഴി തകരാൻ പോകുന്നു. അതെന്താ ഈ പെണ്ണിന് മനസ്സിലാവാത്തത്? എന്താണോ അവിടെ സംഭവിക്കുന്നത്? ശ്രേയയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം. എന്നാ പിന്നെ തുടങ്ങിക്കോടാ ദേവാ. തുടങ്ങിക്കോളാൻ പറഞ്ഞല്ലേ? നീ അങ്ങ് ഒറ്റയ്ക്ക് കഴിക്കാനല്ല പറഞ്ഞേ. പകുതി ശ്രേയയുടെ വായിലും വെച്ചു കൊടുക്ക. ഈ പകുതി പകുതി കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യരാത്രിയിലെ ആചാരമല്ലേ എന്തു? അതൊക്കെ ഇവിടെ മുതലേക്ക് തുടങ്ങിക്കോ ചേട്ടാ. മടിക്കുന്ന തുടങ്ങിക്കോ. ഇങ്ങനൊരു ചാൻസ് കിട്ടുമ്പോ ഞാനത് വേണ്ടെന്ന് വെക്കോടാ. ചുമ്മാ ഒന്ന് ചോദിച്ചതല്ലേ, ആചാരല്ലേ? ഇന്നലെ തൊട്ട് എന്റെ ശ്രേയയുടെ മുഖം എന്നെ കാണിക്കാതെ തട്ടോട്ട് മൂടി വെച്ചിരിക്കല്ലേ. ഇപ്പൊ കാണാനൊരു ചാൻസ് കിട്ടിയിരിക്കുക. ഡാടാ, ആദ്യ രാത്രി കഴിയും വരെ മുഖം കാണാൻ പാടില്ല, തൊടാനും പാടില്ലെന്ന് പറഞ്ഞതല്ലേ? ദിസ് ഇസ് ടു മച്ച് ഇന്ദു. തട്ടം മാറ്റാതെയും തൊടാതെയും ഒക്കെ ഞാൻ ഇതെങ്ങനെ കഴിപ്പിക്കാനാ? ഇന്ദു തന്നെ പറ. വേറെ വഴിയില്ല ദേവ. ഞാനും ഇതൊക്കെ കഴിഞ്ഞാ ഇവിടെ ഇരിക്കുന്നേ.
അത് കഴിഞ്ഞപ്പോ വീൽ ചെയറിൽ കയറിയിരുന്നു. അതിനുശേഷം തൊട്ടിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയല്ലേ. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് ഒക്കെ പാഴാക്കാതെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോ പിന്നെ അത് കിട്ടാതായാലോ. എന്നെ പോലാവും. ദൈവം പെട്ടെന്ന് കഴിപ്പിക്കാൻ നോക്ക്. എന്റെ സംശയം ശരിയാണെങ്കിലേ ദേവൻ കഴിപ്പിച്ചാലും അവളത് കഴിക്കില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാം. അതവന്റെ ശരിക്കുള്ള ഭാര്യ അല്ലാത്തതുകൊണ്ട്. അതും ശരിയാനട്ടോ ഓർമ്മളെ. കഴിച്ചില്ലെങ്കിൽ നമുക്ക് കൈയോടെ പിടിക്കാം. അത്രയ്ക്കൊന്നും ചിന്തിക്കണ്ട. അവള് ഹാപ്പി ആയിട്ട് കഴിക്കും. വേണമെങ്കിൽ കണ്ടു. നോക്കിയിരിക്കാതെ അവളെ കഴിപ്പിക്ക് ദേവാ. ഷെടാ, എങ്ങനെ കഴിപ്പിക്കണമെന്നാ പറയുന്നേ? ആചാരങ്ങളുടെ പേരും പറഞ്ഞ് എന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കല്ലേ. അതും ശരിയാട്ടോ അമ്മേ. അമേരിക്കയിൽ വളർന്ന ദേവൻ ചേട്ടന് ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇഷ്ടപ്പെടുകയല്ല. നീ മിണ്ടാതിരിക്കടാ. ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാ. ചടങ്ങുകൾ നടക്കേണ്ടത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഈ സമ്പ്രദായങ്ങളും ആചാരങ്ങളും മുടക്കാതെ തന്നെ ദേവൻ ചേട്ടന്റെ ആഗ്രഹവും നടത്തിക്കൊടുത്താലോ? എങ്ങനെ? തട്ടോ എടുത്ത് മാറ്റാതെയും മുഖത്ത് നോക്കാതെയും കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശ്രേയ ചേച്ചിയോട് അനങ്ങാതിരുന്നാ മതി. ശ്രേയ ചേച്ചി കൂടെ സഹകരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിപ്പിക്കാൻ പറ്റുമല്ലോ. അത് കുഴപ്പമില്ലാത്ത കാര്യ. ഒരു കുഴപ്പമില്ല ദേവൻ ചേട്ടാ. എവിടെയോ ഉള്ള ഗോൾഫിന്റെ കുഴിയില് ഗോളടിക്കുന്ന പോലെ ആയത്. തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു ഉരുള കൊടുക്കാനാണോ ഇത്ര പാട്? എന്നാ പിന്നെ തുടങ്ങിക്കോ ദേവൻ ചേട്ടാ. കൊടുക്കാല്ലേ? കൊടുക്കടാ. കൊടുക്ക് ദേവാ. കഴിപ്പിച്ച് കഴിഞ്ഞെന്തോ. അവളത് കഴിച്ചല്ലോ. കണ്ടോ? ഇനിയെങ്കിലും നിന്റെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ മാറ്റിവെക്ക. മനസ്സ് മുഴുവനും വിഷമമുണ്ടെങ്കിലും ഭാര്യ എന്ന് മാത്രം സമ്മതിക്കില്ലല്ലേ ചേച്ചി. ചേച്ചിയുടെ മനസ്സിങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ട് നടക്കാം. മോളെ, ഇനി നീ കഴിപ്പിക്കേ. മോനെ ദേവാ, നീ വെള്ളം കുടിക്കും മോനെ. ദേവിനെ ആരും ഓർക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. എല്ലാരും ഇവിടെ തന്നെ ഉള്ളപ്പോ ആരോർക്കാനാ സുഹാസിനി? ചുമ മാറിയല്ലോ. ഇനി കഴിപ്പിക്ക് ശ്രേയ. വേണ്ട മോളെ. നിറകെ കയറുമ്പോ സ്വീറ്റ് കഴിച്ചാ ചുമ പിന്നെയും കൂടുകയുള്ളൂ. ഇനി ചോറ് കഴിക്കട്ടെ. ഇനി പാടൂ മധുമൊഴി നീ, ഹൃദയമുരുകിയ ഗാനം. ഇനി പാടൂ മധുമൊഴി നീ, ഹൃദയമുരുകിയ ഗാനം. ഇനി പാടൂ
അതിലൊന്നും തൊടണ്ട. അതൊക്കെ നാത്തൂൻ ചെയ്യേണ്ട കാര്യങ്ങളാ. നിങ്ങൾ രണ്ടുപേരും വന്നേ. അപ്പോ ദേവൻ കഴിപ്പിച്ച സ്വീറ്റ്സ് ശ്രേയ കഴിച്ചില്ല. ഞാൻ പറഞ്ഞത് ഊർമിള കേട്ടു. തെളിവിനായി ഈ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് കാണിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പകുതി സ്വീറ്റ്സ് കഴിച്ചിട്ട് അവരെ കൊണ്ടുപോയി കാണിക്കുകയാണെന്ന് അവർ വിചാരിക്കും. ഇതിൽ നമുക്കെന്ത് കാര്യം? മിണ്ടാതിരിക്കാം. നീ എന്താ മോളെ കാണിക്കുന്നേ? അമ്മേ, ഞാൻ ഈ ഇലകളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. അനിയത്തിയോട് വൈദേഹിക്ക് എന്തൊരു സ്നേഹം. അവിടെ വെച്ചേക്ക്. അതവളുടെ നാത്തുമാരുടെ അടുത്ത് മാറ്റണമെന്നുള്ളതാ ചടങ്ങ്. നീ ചെന്ന് ആദ്യ രാത്രിക്ക് ശ്രേയ ഒരുക്കാൻ നോക്കുമോളെ. ആയിക്കോട്ടെ. ശ്രേയ എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ എവിടെ കൊണ്ട് വെച്ചോ ആവോ? ഇവള് ഫോൺ എടുക്കുന്നില്ലല്ലോ. വൈദേഹി അവിടെ എന്തെടുക്കുന്നു ആർക്കറിയാം. ഈ ആദ്യരാത്രി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് നടന്നു കിട്ടിയാ പിന്നെ എന്തു വന്നാലും മരുന്നെടുത്ത് വെച്ച്. ഊർമിളെ, ആദ്യ രാത്രി കുളം തോണ്ടാൻ എന്താ വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ടിപ്പോ നമ്മൾ തന്നെ മുറി അലങ്കരിക്കേണ്ട അവസ്ഥയാണ്. കള്ളന്റെ കയ്യില് താക്കോല് തന്ന പോലെ. കള്ളനാന്നറിഞ്ഞുകൊണ്ട് താക്കോല് തരുമ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നായിരിക്കും അവരുടെ വിചാരം. നമ്മൾ രണ്ടുപേരും ഇവിടെ കള്ളത്തരം കാണിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നു ഊർമിളെ? എന്തിനാ പറയുന്നത്? കണ്ടാ പോരെ? വാ ചെറിയമ്മ. ഏയ്, വകയില്ലാത്ത കുടുംബമാണെങ്കിലും വകതിരിവുള്ള ആൾക്കാർ തന്നെയാണ്. പണം കൊണ്ട് തഴച്ച കൊട്ടാരം വീട്ടില് വകതിരിവ് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ചുവടുകൾ സൂക്ഷിച്ചു വെക്കണം.
ഇതെല്ലാം കൊണ്ടുവന്ന് നിന്റെ അനിയത്തിയുടെ ആദ്യ രാത്രിക്കുള്ള മുറി ഒരുക്കാൻ നോക്കാം. ഞാനോ? അല്ലല്ലോ, ഒരു ആർട്ട് ഡയറക്ടറെ വിളിക്കാൻ പറ്റുമെങ്കിൽ സെറ്റ് തന്നെ ഇടിച്ചേക്കാം. പറഞ്ഞ പണി ചെയ്യടി. അവളുടെ ഒരു അഹങ്കാരം. നിന്റെ അനിയത്തിയുടെ ആദ്യ രാത്രിക്ക് കഷ്ടപ്പെട്ട് മുറി അലങ്കരിക്കാൻ എനിക്ക് എന്തിന്റെ കേട്? പിടിക്ക്, അതും ഇങ്ങ് താ ചെറിയമ്മേ. ചെല്ല്. എടാ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്നോട് ചോദിച്ച ഞാനെന്ത് പറയാനാ? ചേച്ചി വാതിർന്നെങ്കിലോ എന്റെ വായ അടക്കാതിരുന്നെങ്കിലോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാരും കൂടി ചേച്ചി ഒരുക്കുമായിരുന്നു. ഇപ്പൊ ഭർത്താവിന്റെ മുറി ഭാര്യ അലങ്കരിക്കാൻ പോവാ. എന്താ രാമ ഇതൊക്കെ? എന്തൊക്കെ പരീക്ഷണങ്ങളാണോ? എല്ലാം കണ്ടറിയാ. മാധവ, നീ ഇതെവിടേക്കാ പോകുന്നേ? ആ ശ്രീരാമന്റെ സീതാദേവിയുടെ വിഗ്രഹം അലങ്കരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ അത് ഞാൻ ചെയ്താനെ. ഈ അലങ്കാരത്തിന് ചേച്ചി എന്നെ വിളിക്കണ്ട കേട്ടോ. നീ എവിടെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല മാധവ. അത് ദേവേട്ടന്റെ മുറിയല്ലേ. ഞാനിവിടെ നിൽക്കുമ്പോ ദേവേട്ടൻ വന്നാ ഞാൻ പിടിക്കപ്പെടില്ലേ? അതുകൊണ്ടാ നീ പുറത്ത് കാവല് നിന്നാ മതി. ഞാൻ അകത്തേന്ന് എല്ലാം നോക്കിക്കോളാം. ആയിക്കോട്ടെ, വാ. എന്തിനാ അതവളെ ഏൽപ്പിച്ചു തോർമളെ? പിന്നല്ലാതെന്താ, ആദ്യ രാത്രിക്ക് മുറി അലങ്കരിച്ച് അവര് മക്കളെ ഉണ്ടാക്കുമ്പോ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കണോന്നാണോ? എന്ന് വെച്ചാ ആദ്യ രാത്രി അലങ്കരിക്കാൻ എന്ന തക്കത്തിന് നീ അവിടെ കേറി എന്തെങ്കിലും ഒപ്പിച്ച് നീ അത് കൊളാക്കൂന്നാണല്ലോ ഞാൻ വിചാരിച്ച്. മുറിയില് ലൈറ്റ് കത്തി നിക്കണമെങ്കിൽ സ്വിച്ച് അകത്ത് തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ ചെറിയമ്മേ. പുറത്തുനിന്നും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊന്ന് ഞൊടിച്ചാൽ അവിടെ അവന്റെ ആദ്യ രാത്രി തകരാനുള്ള പ്ലാനുണ്ട്. ചെറിയമ്മ വന്നേ. മാധവ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണേ. ദേവേട്ടൻ വന്നാ എന്നെ അറിയിക്കുകയും വേണം. ആയിക്കോട്ടെ ചേച്ചി, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ചേച്ചി അകത്തോട്ട് പോയിക്കോ.